ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. റെക്കോർഡ് ഓൺ ആയിരുന്നില്ല, അതുകൊണ്ടാണ് റെക്കോർഡ് ഓൺ ചെയ്തിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോ അത്രയും വലിയ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു കേട്ടോ. മോക്ക് ടെസ്റ്റുകളൊക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു HR മാനേജറിന്റെയും ലൈൻ മാനേജറിന്റെയും ഡ്യൂട്ടീസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ആരാണ് HR മാനേജർ, ആരാണ് ലൈൻ മാനേജർ എന്നത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു അല്ലെ? HR മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീസ് എ സ്പെഷ്യലിസ്റ്റ് who oversees the HR functions of the organization. അല്ലെ? ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ HR ഫംഗ്ഷൻസിനെയും മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് ആര്? HR മാനേജർ എന്ന് പറയുന്നത്. Who is ലൈൻ മാനേജർ? ആരാണ് ലൈൻ മാനേജർ എന്ന് പറഞ്ഞാല്? ലൈൻ മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർവൈസർ ആണ്. ശരിക്കും is a supervisor who directly responsible for a team or department within an organization. അതായത് ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടീം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അവരുടെ ചുമതലകൾ വഹിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർവൈസർ ആണ് ആര്? ലൈൻ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ HR മാനേജറുടെ ഡ്യൂട്ടീസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ലൈൻ മാനേജറുടെ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 3 പോയിന്റ് ഒന്നുകൂടെ ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് പോവാണ് കേട്ടോ. നോക്കുക, ആരാണ് ലൈൻ മാനേജർ? ദ ലൈൻ മാനേജർ ഇസ് എ പേഴ്സൺ ഓർ എംപ്ലോയി ഓഫ് എൻ ഓർഗനൈസേഷൻ who directly directs the other employees and is in charge of all the individuals working in a department. അപ്പൊ ഒരു ലൈൻ മാനേജർ എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ എംപ്ലോയി ആണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു സൂപ്പർവൈസറി റോളാണ് ചെയ്യുന്നത് അല്ലെ? അദ്ദേഹം വന്നിട്ട് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ചുമതലകൾ വഹിക്കാം. ആ ജീവനക്കാരെ നേരിട്ട് ഡയറക്റ്റ് ചെയ്യുകയും അതുപോലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ടീമിന് എല്ലാ വ്യക്തികളുടെയും ചുമതലകൾ വഹിക്കുന്ന ഒരു എന്താണ് സൂപ്പർവൈസറി റോള് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് ആര്? ലൈൻ മാനേജർ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ഇൻചാർജ് ഉള്ള ഒരു ടീം ഉണ്ടാവും, അല്ലെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഇരിക്കട്ടെ. ആ ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ ആ ഒരു ടീമിനടുത്തുള്ള എല്ലാ വ്യക്തികളുടെയും ചുമതല വഹിക്കുന്ന ഒരു ആളാണ് ആര്? ലൈൻ മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, HR മാനേജർ എന്ന് പറഞ്ഞാൽ അതല്ല. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. who oversees the entire HR functions of an organization. ഒരു ഓർഗനൈസേഷന്റെ എല്ലാവിധ HR ഫംഗ്ഷൻസിനെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ് HR മാനേജർ. ലൈൻ മാനേജർ എന്ന് പറഞ്ഞാൽ ഇത് supervisor who is directly responsible for a team or department within an organization. അതെന്റെ കമ്പനി സൂപ്പർവൈസറി റോളാണ് അദ്ദേഹം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, the line manager reports to someone in a higher position. ഒരു ലൈൻ മാനേജർ റിപ്പോർട്ട് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഉയർന്ന പൊസിഷനിലുള്ള വ്യക്തികൾക്കായിരിക്കും. ഓക്കെ, ഫോളോയിങ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ലൈൻ മാനേജർ. ഇനി ലൈൻ മാനേജറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 പോയിന്റ് കഴിഞ്ഞ് പറഞ്ഞതാണ് എന്നാൽ നമുക്ക് വായിക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ദ ടീം പൊസിഷൻസ്. അദ്ദേഹം ഒരു പെർട്ടിക്കുലർ ടീമിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് ആണല്ലോ ലൈൻ മാനേജർ. എന്താണ്? റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ദ ടീം പൊസിഷൻസ്. ആ ഒരു ടീമില് അൺഫിൽഡ് ആയിട്ടുള്ള പൊസിഷൻസ് ഉണ്ടായിരിക്കും അല്ലെ? വേക്കൻസികൾ ഉണ്ടാവും. അതിലേക്ക് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാം, അവരെ ഹയർ ചെയ്യുക, നിയമിക്കുക. ഇതൊക്കെയാണ് ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടിയിൽ വരുന്നത്. ഓക്കെ, അദ്ദേഹം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻചാർജ് ഉള്ള ആ ഒരു ടീം അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ അൺഫിൽഡ് ആയിട്ടുള്ള പൊസിഷൻസിലോട്ട് എന്താണ് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള കഴിവുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക, അവരെ ഹയർ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തത് പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടു ന്യൂ ഹയേഴ്സ്. പുതുതായിട്ട് നിയമിക്കുന്ന ആളുകൾക്ക് വേണ്ട പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, പുതിയതായിട്ട് നമ്മൾ ഹയർ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലിയെ പറ്റിയുള്ള ഡയറക്ഷൻസ് ഒക്കെ അവർക്ക് കൊടുക്കണം അല്ലെ? ആ രീതിയിൽ അവർക്ക് വേണ്ട ആ ജോലി നല്ല രീതിയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ, അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതും ലൈൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. പ്രൊവൈഡിങ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടു ന്യൂ ഹയേഴ്സ്. മൂന്നാമത്തെ പോയിന്റ്
ജോബ് റൊട്ടേഷൻ ഇൻഷുർ ഫ്ലെക്സിബിലിറ്റി. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഫ്ലെക്സിബിലിറ്റി എഴുതിക്കൊണ്ടാണ്. ജോബ് റൊട്ടേഷൻ ഇൻഷുർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് മിനിമൈസ് അസൈൻമെന്റ് കവറേജ് ക്യാൻസർ. നമ്മൾ പറഞ്ഞു ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയീസ് ഫ്രം വൺ ജോബ് ടു അനദർ ജോബ്. ഒരാൾ സ്ഥിരമായിട്ട് ഒരേ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വിരസത അനുഭവപ്പെടും അല്ലെ, ഒരു ബോറടിക്കാനായിട്ട് തുടങ്ങും. അത് മാത്രമല്ല ആ ഒരു ജോലിയെ പറ്റി മാത്രമുള്ള സ്കില്ലും നോളജും മാത്രമേ അവർക്ക് അവിടെ ഡെവലപ്പ് ആവുന്നുള്ളൂ. അതേസമയം നമ്മൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഇവരിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ വിവിധ ജോലികളിൽ നിന്നും നമുക്ക് ഒരുപാട് നോളജും സ്കില്ലും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഓരോ ജോലിയുടെയും വാല്യൂ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് ജോബ് റൊട്ടേഷനിലൂടെ? ജോബ് റൊട്ടേഷൻ എന്താണ്? ഒരു ഫ്ലെക്സിബിലിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ജോബ് റൊട്ടേഷനിലൂടെ നമുക്ക് എന്താണ് ഗ്യാപ്പുകൾ എന്ന് വെച്ചാൽ അൺഫിൽഡ് ആയിട്ടുള്ള വേക്കൻസികളെയൊക്കെ നമുക്ക് കവർ ചെയ്ത് പോവാനായിട്ട് സാധിക്കും. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വാക്കൻസി വരികയാണെന്ന് വിചാരിക്കാം. അപ്പൊ വാക്കൻസി വരുമ്പോൾ നമുക്ക് ആ വാക്കൻസി ഫില്ല് ചെയ്യണം. ഉടനടി പോയി നമ്മൾ എന്ത് ചെയ്യില്ല, റിക്രൂട്ട്മെന്റ് നടത്തില്ല. അവരെന്ത് ചെയ്യുന്നറിയോ, ആ ഒരു ഓർഗനൈസേഷനിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ആയിട്ട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അനുയോജ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, വേക്കന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഒരു പക്ഷെ അവരെ റൊട്ടേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അവരെ ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ആ രീതിയിൽ ഗ്യാപ്പുകൾ അൺഫിൽഡ് ആയിട്ടുള്ള പൊസിഷൻസിലോട്ടുള്ള ആ ഒരു കവറേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉറപ്പുവരുത്തുകയും അതിലൂടെ നമുക്ക് ഗ്യാപ്പുകൾ കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? ലൈൻ മാനേജറുടെയാണ്. അദ്ദേഹത്തിന്റെ ടീമില്, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആ വേക്കൻസി ഫില്ല് ചെയ്യണം. ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ഉടനടി ഓടിപ്പോയി റിക്രൂട്ട്മെന്റ് ചെയ്യല്ല ചെയ്യാം. മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് അനുയോജ്യമായിട്ടുള്ള യോഗ്യത ഉള്ളവരാണെങ്കിൽ അവർ നമ്മൾ നിലവിലുള്ള വേക്കൻസിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ നമുക്ക് അൺഫിൽഡ് ആയിട്ടുള്ള പല ഗ്യാപ്പ്, അതിനെയാണ് പൊസിഷനാണ് ഗ്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്യാപ്പ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഈ പറഞ്ഞ പോയിന്റ് ഓക്കെ ആണോ? അടുത്തത് എന്താണ്? അത് പറഞ്ഞല്ലേ, പ്രൊവൈഡിങ് കോച്ചിങ് ആൻഡ് പെർഫോമൻസ് ഫീഡ്ബാക്ക് ടു ഓൾ ദ ടീം മെമ്പേഴ്സ്. കേട്ടോ, ഓക്കെ ദിവ്യ, ഗുഡ് മോർണിംഗ്. എന്താണ് പ്രൊവൈഡിങ് കോച്ചിങ് ആൻഡ് പെർഫോമൻസ് ഫീഡ്ബാക്ക് ടു ഓൾ ദ ടീം മെമ്പേഴ്സ്. കേട്ടോ, അതുപോലെ അദ്ദേഹത്തിന്റെ ടീമിലുള്ള ടീം മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞില്ലേ, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം അല്ലെ, കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ അവരുടെ പെർഫോമൻസിന് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കാം. അത് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ഫീഡ്ബാക്ക് അവർക്ക് കൊടുക്കാം. എന്താണ് നിങ്ങൾ പറയുന്നത്? ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ടെക്സ്റ്റ് കിട്ടാത്ത കുറച്ച് പേരും കൂടെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. എത്രയും പെട്ടെന്ന് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്ത് ടെക്സ്റ്റ് മേടിക്കുക കേട്ടോ. ഓക്കെ, ഇനി കുറെ ആളുകൾക്കൊക്കെ ടെക്സ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേരും കൂടെ ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ട്. എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് മേടിക്കുക കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാ ദിവസവും എഴുതിയെടുക്കാനും നോട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ ടെക്സ്റ്റ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ടെക്സ്റ്റ് കിട്ടും. അപ്പൊ മനസ്സിലായല്ലോ, ഈ പറയുന്ന ടീം മെമ്പേഴ്സിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യാം, അവരുടെ പെർഫോമൻസിന് കറക്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്കും പ്രൊവൈഡ് ചെയ്യാം. അടുത്ത പോയിന്റ് ഇതാണ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് എൻഷുറിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫങ്ഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ കോൺസെപ്റ്റ്. ഇതാണ് കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് എൻഷുറിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫങ്ഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ കോൺസെപ്റ്റ്. അതായത് ഒരു ലൈൻ മാനേജർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അവരുടെ ടീം, ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഫങ്ഷണൽ ഗോൾസ് അല്ലെ, അവരുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുമായിട്ട് ആശയവിനിമയം നടത്തുക, അതിനെപ്പറ്റി മനസ്സിലാക്കുക. നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് ഓരോന്നിനും അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് നേടിയെടുക്കേണ്ട ചില ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അതെന്തൊക്കെയാണ്, അവരുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആ ടീം മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരുമായിട്ട് കറക്റ്റ് ആയിട്ട് ആശയവിനിമയം നടത്തുക, അതിനെപ്പറ്റി മനസ്സിലാക്കുക അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ലൈൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം അദ്ദേഹം ഒരു ടീമിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള സൂപ്പർവൈസർ ആണ്. അപ്പൊ ആ ടീം മെമ്പേഴ്സിന് എന്തൊക്കെ പ്രവർത്തന ലക്ഷ്യങ്ങളുണ്ട് അത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന ലക്ഷ്യങ്ങളെ പറ്റി മനസ്സിലാക്കുക, ഇതൊക്കെ ലൈൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്തത് എന്താണ്, മെഷറിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ടീം മെട്രിക്സ്
and performance against targets and monitoring progress. അതായത് നമ്മൾ ഈ പറയുന്ന ഓരോ ഇൻഡിവിജ്വൽ ടീമിൽ പ്രവർത്തിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസിന്റെയും മൊത്തത്തിൽ ആ ഒരു ടീമിന്റെയും അവരുടെ ആ ഒരു എന്താ പറയാ പ്രോഗ്രസ്, അതായത് അവരുടെ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് എത്രത്തോളം അവര് ആ ഒരു ലക്ഷ്യങ്ങളിലോട്ട് അവര് മുന്നേറുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അവർ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്, അങ്ങനെ ഓരോ വ്യക്തികളുടെയും ആ വ്യക്തികൾ ഉൾപ്പെടുന്ന ആ ഒരു ടീമിന്റെയും എന്താണ് ആ ടാർജറ്റിലേക്കുള്ള അവരുടെ ആ പ്രവർത്തന ലക്ഷ്യങ്ങളിലേക്കുള്ള അവരുടെ ആ ഒരു പ്രോഗ്രസ്, ആ ഒരു പെർഫോമൻസ് അത് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാം. അതുപോലെ അത് തന്നെയാണ് മോണിറ്ററിംഗ് പ്രോഗ്രസ്, അവരുടെ പ്രോഗ്രസ് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാം. അവർ ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിലേക്ക് അവർ പ്രയത്നിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ തക്ക വണ്ണത്തില് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മെഷർ ചെയ്യാം, അത് മോണിറ്റർ ചെയ്യാം, അത് ട്രാക്ക് ചെയ്യുക ഒരു ലൈൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെ എന്താണ് റെക്കഗ്നൈസിംഗ് when corrective actions are required. അതായത് ഒരു കറക്റ്റീവ് ആക്ഷൻസ് ആവശ്യമാകുമ്പോൾ അല്ലെങ്കിൽ ആവശ്യമാകുന്ന സിറ്റുവേഷൻസ് റെക്കഗ്നൈസ് ചെയ്യാം. കറക്റ്റീവ് ആക്ഷൻസ് എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മള് ഒരു ലക്ഷ്യം നമ്മള് ഡിസൈൻ, നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ഒരു ടീമിന് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് അവരുടേതായ ഒരു ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അത് നേടിയെടുക്കാനായിട്ടാണ് അവര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം ലൈൻ മാനേജർ എന്ത് ചെയ്യും, അവരുടെ ആ ഒരു പ്രോഗ്രസും കാര്യങ്ങളും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? ഇങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, കുറെ കൂടെ ബെറ്റർ ആക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ്, കൂടുതൽ പെർഫോം ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള എന്താണ് അതാണ് ഇവിടെ പറയുന്നത് കറക്റ്റീവ് ആക്ഷൻസ്. എവിടെയൊക്കെ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണോ അത് കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക, എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ഓക്കെ, ഒരു ലക്ഷ്യം വേണം, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് നമ്മൾ കറക്റ്റായ റൂട്ടിലൂടെ വേണം പോകാനായിട്ട്. അപ്പൊ നമ്മൾ ആ റൂട്ടിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതൊക്കെ ഏരിയകൾ ഇംപ്രൂവ് ചെയ്യാനുണ്ട്, എന്തൊക്കെ ബെറ്റർമെന്റുകൾ നമ്മൾ ആക്ടിവിറ്റീസിൽ വരുത്താനുണ്ട്, അല്ലെ? അപ്പൊ അത് റെക്കഗ്നൈസ് ചെയ്യണം, അതെന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക എന്നുള്ളതും ഒരു ലൈൻ മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാര്യം ഒരു ടീമിനെ അവരുടെ ലക്ഷ്യങ്ങളിലോട്ട് എത്തിക്കുന്നത്, അതിനുവേണ്ടി ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലൈൻ മാനേജറാണ് ആണല്ലോ. അപ്പൊ അവരങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, ബെറ്റർ ആക്കേണ്ട ഏരിയകൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് കൂടുതൽ പെർഫോം ചെയ്യുന്നത്, ആ ഏരിയകൾ കറക്റ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസുകൾ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് അവിടെ പറയുന്നത് റെക്കഗ്നൈസിംഗ് ദാറ്റ് കറക്റ്റീവ് ആക്ഷൻസ് ആർ റിക്വയർഡ്. ഓക്കെ, പിന്നെന്താണ് എൻഷുറിംഗ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ ഓൾ പ്രോസസ്സസ് ഓൺ ദെയർ ടീം. അതായത് അവരുടെ ടീമിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉറപ്പാക്കുക. അതായത് ആ ഒരു ടീമിനെയാണല്ലോ സൂപ്പർവൈസ് ചെയ്യുന്നത്. ആ ടീമിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സ്റ്റാൻഡേർഡ് മീൻസ് അവരുടെ പ്രവർത്തനങ്ങളില് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോഴും ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെന്താണ് ഇവാലുവേറ്റിംഗ് ഓവറോൾ ടീം ആൻഡ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആൻഡ് പ്രൊവൈഡിംഗ് പെർഫോമൻസ് ഇവാലുവേഷൻ. അതുപോലെ തന്നെ ആ ഓവറോൾ ടീമിന്റെ അദ്ദേഹം ചുമതല വഹിക്കുന്ന ആ ഓവറോൾ ടീമിന്റെയും അവിടെയുള്ള ഓരോ ഇൻഡിവിജ്വൽസിന്റെയും പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാം. അവർ എത്രത്തോളം പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് വിലയിരുത്തുക. ആൻഡ് പ്രൊവൈഡിംഗ് പെർഫോമൻസ് ഇവാലുവേഷൻസ്, ദാറ്റ് മീൻസ് അതിനനുസരിച്ച് അവരുടെ പെർഫോമൻസിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായല്ലോ? അതായത് ആ ഒരു ആ ടീമിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തികളുടെയും പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ട് അവരുടെ പെർഫോമൻസിന് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. അടുത്ത പോയിന്റ് enlarging and coordinating with the other line managers across the organization. അതായത് ആ ഒരു ഓർഗനൈസേഷനിലുടനീളമുള്ള മറ്റ് ലൈൻ മാനേജേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. ഓക്കെ, ലൈൻ മാനേജർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടീം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല വഹിക്കുന്ന ഒരു സൂപ്പർവൈസർ ആണ്. അങ്ങനെ ഒരുപാട് ടീമുകളുടെ ചുമതല വഹിക്കുന്ന മറ്റ് ലൈൻ മാനേജേഴ്സ് അവിടെ ഉണ്ടായിരുന്നു, അല്ലെ? ആ ഒരു ഓർഗനൈസേഷനിലുടനീളമുള്ള മറ്റ് ലൈൻ മാനേജേഴ്സിനെ എല്ലാവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. ഓക്കെ,
അടുത്തത് providing reports on productivity and other performance indicators to the senior management. That is providing reports on productivity and other performance indicators to senior management. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലൈൻ മാനേജർ ചുമതല വഹിക്കുന്ന അദ്ദേഹത്തിന്റെ ടീമിന്റെ പ്രവർത്തനങ്ങള്, അവരുടെ പ്രൊഡക്ടിവിറ്റി, അവരുടെ പെർഫോമൻസ്, അവയെ പറ്റിയുള്ള റിപ്പോർട്ടുകളൊക്കെ സീനിയർ മാനേജ്മെന്റിന്റെ മുമ്പില് പ്രൊവൈഡ് ചെയ്യും. സീനിയർ മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യും. നിങ്ങളിവിടെ ഒരു കാര്യം പറഞ്ഞില്ലേ, ലൈൻ മാനേജർ റിപ്പോർട്ട്സ് ടു സമ്മൺ ഇൻ എ ഹയർ പൊസിഷൻ എന്ന് പറഞ്ഞു അല്ലെ. ഒരു ലൈൻ മാനേജർ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഹയർ പൊസിഷനിലുള്ള വ്യക്തികളോടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ലൈൻ മാനേജർ എന്ത് ചെയ്യണം? തന്റെ ടീമിന്റെ പ്രൊഡക്ടിവിറ്റി, അവരുടെ പെർഫോമൻസ്, അതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകള് സീനിയർ മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുക. ദീസ് ആർ ദ ഇമ്പോർട്ടന്റ് ഡ്യൂട്ടീസ് ഓഫ് ദ ലൈൻ മാനേജർ. പറഞ്ഞത് ക്ലിയർ ആയോ? എല്ലാ പോയിന്റുകളും ഒക്കെ ആണോ? ആ ക്ലിയറിൽ ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്ത എന്തെങ്കിലും ചോദിക്കാം. ഇത്രയേ ഉള്ളൂ. ലൈൻ മാനേജർ ഒരു സൂപ്പർവൈസറി റോളാണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഒരു സ്ഥാപനത്തിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടീം അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ വ്യക്തികളുടെയും ചുമതല വഹിക്കുന്ന ഒരു സൂപ്പർവൈസർ ആണ് ശരിക്കും ലൈൻ മാനേജർ എന്ന് പറഞ്ഞാല്. അദ്ദേഹത്തിന്റെ ടീമില് വേക്കന്റ് ആയിട്ടുള്ള പൊസിഷൻസിലോട്ട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുക, അവരെ നിയമിക്കുക, അതുപോലെ പുതുതായിട്ട് നിയമിക്കുന്ന ആളുകൾക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ ജോബ് റൊട്ടേഷൻ നടത്തിക്കൊണ്ട് അൺഫിൽഡ് ആയിട്ടുള്ള വേക്കൻസികളുടെ കവറേജ് ഉറപ്പാക്കുക. പിന്നെ തന്റെ ടീം മെമ്പേഴ്സിന്റെ പെർഫോമൻസിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ അവര് ചുമതല വഹിക്കുന്ന ടീമിന്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യങ്ങള്, പ്രവർത്തന ലക്ഷ്യങ്ങള് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് മനസ്സിലാക്കുക. അതുപോലെ വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു ടീമിന്റെയും അവരുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ആ ഒരു പെർഫോമൻസ്, ആ ഒരു പ്രോഗ്രസ് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, മെഷർ ചെയ്യുക, ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയകൾ ഏതൊക്കെയാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് ആവശ്യമായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. പിന്നെ ടീമിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു ക്വാളിറ്റി, ഒരു സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുക. അതുപോലെ ടീമിന്റെ പെർഫോമൻസിന് കറക്റ്റായ ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു ഓർഗനൈസേഷനെ മറ്റുള്ള ലൈൻ മാനേജേഴ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ തന്റെ ടീമിന്റെ പ്രൊഡക്ടിവിറ്റി, അവരുടെ പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകള് സീനിയർ മാനേജ്മെന്റിന് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഓക്കെ അല്ലേ? ക്ലാസ് എല്ലാ പോയിന്റും മനസ്സിലായി വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇമ്പാക്ട് ആണ് കേട്ടോ. ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. ഇതുവരെ നമ്മൾ പഠിച്ചത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതിന്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ അതിന്റെ കുറെ ഡിവിഷൻസുകളും ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. HR ഫങ്ഷൻസും അതൊക്കെയാണ് നമ്മൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കുന്നത് ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. ഒരു സ്ഥാപനത്തിന്റെ പെർഫോമൻസിന് HRMന്റെ സ്വാധീനം, HRMന് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ട്, എത്രത്തോളം ഇമ്പാക്ട് ഉണ്ട് ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസിന്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ടേം ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. അതായത് ടേം ആയിട്ടാണ് കേട്ടോ. അതായത് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് തീരില്ലേ? എനിക്ക് മൊത്തം 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. 1, 2, 3 ചാപ്റ്റേഴ്സ് തീരുമ്പോ ടേം എക്സാം 1 നടക്കും. ഓക്കെ, ഫസ്റ്റ് ടേം എക്സാം നടക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സെക്കൻഡ് ടേമിലോട്ട് കിടക്കുക. സെക്കൻഡ് ടേമിൽ അടുത്ത 3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് കഴിയുമ്പോൾ ടേം 2ന്റെ എക്സാം ഉണ്ടാവും. അത് മാത്രം ഉൾപ്പെടുത്തുന്നത്. ദെൻ പിന്നെ അത് കഴിയുമ്പോഴാണ് ഫൈനൽ എക്സാം വരുന്നത്. 2 ടേം ആയിട്ടായിരിക്കും. ആദ്യത്തെ 3 ചാപ്റ്റർ ഉൾപ്പെടുന്നതാണ് ടേം 1 കേട്ടോ. അടുത്ത 3 ചാപ്റ്റർ ടേം 2. അപ്പോ ഇവിടെ പറഞ്ഞത് ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ HRMന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട്, അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് അല്ലെ. ഏതൊരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒരു പ്രോപ്പർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. ഇത് മാത്രമാണ് നമുക്ക് ആ സ്ഥാപനത്തിനെ സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും. HRM practices can improve
employee skills and abilities so that they improve organizational performance. എന്താണ് സാധിച്ചത്? എക്സാം ഓൺലൈൻ ആണോ? അതെ. നിങ്ങൾ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കണം കേട്ടോ. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു എക്സാമിനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതല്ലാതെ ഞാൻ ക്ലാസ് കഴിയുമ്പോഴും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഡൗട്ട്സുകൾ ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കുക കേട്ടോ. ആ ഒരു ക്ലാസ് എടുക്കുമ്പോഴേ ആ ഒരു ഫ്ലോയിൽ പോയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കാം കേട്ടോ. ഇത് കേൾക്കാം. HRM practices can improve employee skills and abilities so that they improve organizational performance. കേട്ടോ, അതായത് HRM practices എന്ന് പറയുന്നത് എന്താ? നമ്മൾ HRM functions ഒക്കെ പഠിച്ചതാണ് അല്ലെ? ഇതൊക്കെയാണ് HRM practices എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ് അല്ലെ? ടു മാനേജ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ എൻ ഓർഗനൈസേഷൻ അല്ലെ? ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്ലാനുകള്, ആ സ്ട്രാറ്റജികള്, അതിനെയാണ് നമ്മൾ HRM പ്രാക്ടീസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? അതെ, HRM പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ അല്ലെ, റിറ്റൻഷൻ, അതുപോലെ ട്രെയിനിങ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ബെനിഫിറ്റ്സ്, ഇതൊക്കെ എന്താണ്? HRM പ്രവർത്തനങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യമാണ് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള HRM പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ അത് എംപ്ലോയീസിന്റെ സ്കില്ലുകള്, അവരുടെ എബിലിറ്റിനെ ഇംപ്രൂവ് ചെയ്യുന്നത്. അവരുടെ സ്കില്ലും എബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓർഗനൈസേഷന്റെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയാണല്ലോ? ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും വാല്യുബിൾ റിസോഴ്സസ് അവിടുത്തെ മാൻ പവർ ആണ്, ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അവർ എത്രത്തോളം സ്കില്ലും എബിലിറ്റിയോടും കൂടി വർക്ക് ചെയ്യുന്നു, എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നു, അത്രത്തോളം ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അവിടെ വർദ്ധിക്കും അല്ലെ? ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. HRM practices can improve employee skills and abilities so that they improve organizational performance. Okay, അടുത്ത സെന്റൻസ് നോക്കാം. Training is a management tool used to develop skills and knowledge. It's a method of boosting an individual and ultimately an organization's current performance in terms of efficiency, effectiveness and productivity. ആ മൊത്തം സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ മാനേജ്മെന്റ് ടൂൾ. നമുക്കറിയാം ട്രെയിനിങ്, ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്നത് HRM വരുന്ന കാര്യങ്ങളാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്, മൂന്നാമതൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് HRM പ്രാക്ടീസിൽ വരുന്ന ഒരു കാര്യമാണ് അല്ലെ? ഈ ട്രെയിനിങ് എന്താണ്? ഇറ്റ് ഇസ് എ മാനേജ്മെന്റ് ടൂൾ. ഇതൊരു മാനേജ്മെന്റ് ടൂൾ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന ഇൻഡിവിജ്വൽസിന്റെ, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ സ്കില്ലും അവരുടെ നോളജും അതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിലൂടെ നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ്, അവരുടെ എഫിഷ്യൻസി, അവരുടെ ഇഫക്റ്റീവ്നെസ്, അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാനേജ്മെന്റ് ടൂൾ ആണെന്ന് ട്രെയിനിങ് എന്ന് പറയുന്നത്. ശരിയല്ലേ? നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവിടെയുള്ള എംപ്ലോയീസിന്റെ സ്കില്ലും അവരുടെ നോളജും അവരുടെ പ്രൊഫിഷ്യൻസി ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കുന്നത്. ട്രെയിനിങ് കൊടുത്തിട്ടാണ് അല്ലെ? ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവരെ കേപ്പബിൾ ആക്കി എടുക്കുന്നത് അല്ലെ? അത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റ് ടൂൾ ആണ് അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ്? That is used to develop skills and knowledge as a method of boosting an individual. അല്ലെ? വ്യക്തികളുടെ സ്കില്ല്, നോളജ് അത് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിനും അതിലൂടെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ്, അവരുടെ എഫിഷ്യൻസി, അവരുടെ ഇഫക്റ്റീവ്നെസ്, അവരുടെ പ്രൊഡക്ടിവിറ്റി ഇതെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാനേജ്മെന്റ് ടൂളാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളോട് ചോദിക്കാം, മാനേജ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഏത് മാനേജ്മെന്റ് ടൂളാണ് അതിന്റെ ഉപയോഗിക്കുന്നത്? ട്രെയിനിങ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? HRMന്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എംപ്ലോയിയുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ആ സ്ഥാപനത്തിന്റെ പെർഫോമൻസ്, പ്രൊഡക്ടിവിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് HRM affects positively in the following points.
HRM affects positively in the following points. ഈ പറയുന്ന HRM പ്രാക്ടീസ് HRM അത് വളരെ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെ മേഖലകളിലാണ്, എന്തിനെയൊക്കെയാണ് HRM പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നത്, ഒരു പോസിറ്റീവായിട്ടൊരു സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 4 പോയിന്റുകളാണ് പറയുന്നത് കേട്ടോ. ഒന്നാമത്തത് റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. അതാണ് റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. അതായത് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, റിക്രൂട്ട്മെന്റിൽ എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓക്കെ, റിക്രൂട്ട്മെന്റില് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൽഡ് ഇൻഡിവിജ്വൽസുകളുടെ സ്കില്ലുകള്, എംപ്ലോയീസിന്റെ സ്കില്ലുകള് ഡെവലപ്പ് ചെയ്യുന്നതിലും HRM ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെ. ഒന്നാമത്തെ റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? എംപ്ലോയി റിറ്റൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. അതാണ് എംപ്ലോയി റിറ്റൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവരെ നിലനിർത്തുക. എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ അവരുടെ അറിവും കഴിവും അവരുടെ സ്കില്ലുകളും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നല്ല നല്ല ടാലന്റ്സുകളെ അവിടെ നിലനിർത്തുക. അതാണ് അവിടെ പറയുന്നത് എംപ്ലോയി റിറ്റൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. മൂന്നാമത്തെ എന്താണ്? ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. അതാണ് ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. അതുപോലെ തന്നെ ആളുകളുടെ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻ ഇവയെല്ലാം തന്നെ ഹയറാക്കുന്നു. പിന്നെ നാലാമത്തെ എന്താണ്? എക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള്, ഒബ്ജക്റ്റീവ്സ് സ്ഥാപിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ HRM വളരെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇനി ഓരോ പോയിന്റുകളും മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇതൊക്കെയാണ്. ഒന്ന് റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. സെക്കൻഡ് വൺ എംപ്ലോയി റിറ്റൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. തേർഡ് വൺ ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഫോർത്ത് വൺ അക്കംപ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇനി ഓരോന്നും എന്താണ് തോന്നുന്നത്? ഓക്കെ, ഫസ്റ്റ് വൺ ഇതാണ് റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. അതായത് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലും അതുപോലെ ആളുകളുടെ ഇൻഡിവിജ്വൽസിന്റെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലും ഈ പറഞ്ഞ HRM പോസിറ്റീവ് ആയിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. The recruitment process is an essential aspect in any organization which mainly drives the output and efficiency of the organization. Underline ചെയ്യാം കേട്ടോ. അതായത് ഏതൊരു സ്ഥാപനത്തിന്റെയും ആ ഒരു കാര്യക്ഷമത അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി ഇവയെല്ലാം നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിൽ ഒന്നാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. Recruitment process is an essential aspect in any organization which mainly drives the output and efficiency of the organization. അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു കാര്യക്ഷമത, അവരുടെ എഫിഷ്യൻസി അല്ലെ, അവരുടെ ഔട്ട്പുട്ട്, അവരുടെ എഫിഷ്യൻസി എന്നിവയെല്ലാം നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവയെല്ലാം ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, the recruitment process of any organization is mainly controlled by the human management department of the organization. അറിയാവുന്നതാണ്. ഒരു സ്ഥാപനത്തിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അവിടുത്തെ HRM ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തെന്താണ്? മേജർ സ്കിൽസ് ആണ്. നമ്മൾ ഇങ്ങനെയുള്ള HRM പ്രാക്ടീസുകളിലുണ്ട് എന്തൊക്കെ സ്കില്ലുകളാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പൊ മേജർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്കില്ലുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫിഷ്യന്റ്ലി ആൻഡ് വർക്ക് വിത്ത് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് അക്രോസ് ദ ഓർഗനൈസേഷൻ. അതായത് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫിഷ്യന്റ്ലി ആൻഡ് വർക്ക് വിത്ത് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് അക്രോസ് ദ ഓർഗനൈസേഷൻ. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ ഉടനീളമുള്ള മറ്റ് സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ട്
വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരൊരുമിച്ച് വർക്ക് ചെയ്യാനുമുള്ള ആ ഒരു എബിലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്തു. ശരിയാണ് അല്ലെ? നമ്മളിപ്പോഴും ഒരു ഓർഗനൈസേഷൻ സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കൊളീഗ്സ് ആയിട്ട് അല്ലെ എല്ലാവരുമായിട്ട് സഹകരിച്ച് അവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. അതൊരു സ്കില്ല് തന്നെയാണ് അല്ലെ, അതൊരു എബിലിറ്റി തന്നെയാണ്. അങ്ങനെ ഒരു എബിലിറ്റി ഇവിടെ ഡെവലപ്പ് ആവുന്നുണ്ട് അല്ലെ. ഒരു ഓർഗനൈസേഷനിലുള്ള മറ്റുള്ള സ്റ്റാഫ് മെമ്പേഴ്സുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒന്നിച്ച് വർക്ക് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, ആ ഒരു സ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് എബിലിറ്റി ടു വർക്ക് ഇൻ എ ടീം ടു മോട്ടിവേറ്റ് അതർ സ്റ്റാഫ് ഫോർ ദ പ്രൊഡക്റ്റീവ് ഔട്ട്കം. അതാണ് എബിലിറ്റി ടു വർക്ക് ഇൻ എ ടീം ടു മോട്ടിവേറ്റ് അതർ സ്റ്റാഫ് ഫോർ ദ പ്രൊഡക്റ്റീവ് ഔട്ട്കം. അതുപോലെ തന്നെ ഒരു ടീമിന് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. അതായത് ഒരു ടീമിന് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു ടീം വർക്കായിട്ട് നമ്മൾ ഒരു ടീമായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ള സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെ. എന്തിനു വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഫോർ ദ പ്രൊഡക്റ്റീവ് ഔട്ട്കംസ്. ഏറ്റവും നല്ല ഒരു വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെ അത് നേടിയെടുക്കാനായിട്ട് മറ്റുള്ള സ്റ്റാഫുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരും ഒന്നിച്ചൊരു ടീമായിട്ട് പ്രവർത്തിക്കാനുള്ള അല്ലെ, ടീമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുക. പിന്നെ മൂന്നാമത്തെ എന്താണ്? എബിലിറ്റി ടു അനലൈസ് ദ സിറ്റുവേഷൻ ഈസ് എസെൻഷ്യൽ ഫോർ സോൾവിംഗ് എനി ഇഷ്യൂ ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ എന്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും ആ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ എന്താണ് എന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ശരിയല്ലേ? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് നമ്മൾ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം വിശകലനം ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് അതിന്റെ സൊല്യൂഷൻ ആപ്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുള്ളൊരു കഴിവ് എബിലിറ്റി ടു അനലൈസ് ദ സിറ്റുവേഷൻ അല്ലെ. അതായത് സ്ഥാപനത്തിൽ ഏത് തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനെ അനലൈസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി അതവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. ഓക്കെ. പിന്നെന്താണ്? എബിലിറ്റി ടു ഗൈഡ് ആൻഡ് മാനേജ് സ്റ്റാഫ് മെമ്പേഴ്സ്. സ്റ്റാഫ് മെമ്പേഴ്സിനെ ഗൈഡ് ചെയ്യാനും അവരെ ഡയറക്ട് ചെയ്യാനും അവരെ മാനേജ് ചെയ്യാനുമുള്ള എബിലിറ്റി. ഓക്കെ. പിന്നെന്താണ്? The position must be aware about the technical thing and computer in order to manage the technical resources in the restaurant. Restaurant എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഓർഗനൈസേഷനുള്ള അർത്ഥമാണ് കേട്ടോ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിലെ എല്ലാവിധ ടെക്നിക്കൽ റിസോഴ്സസിനെ മാനേജ് ചെയ്യണം. ടെക്നിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ അല്ലെ, ഇന്റർനെറ്റ് സൗകര്യങ്ങള് അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല അല്ലെ. പണ്ട് മാനുവലായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്ന് നമ്മളിങ്ങനെയുള്ള സിസ്റ്റംസ് ആയിട്ടാണ് അല്ലെ, ഇൻഫർമേഷൻ സിസ്റ്റംസ് അല്ലെ, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. ചെയ്യാന്ന് വെച്ചാൽ അതാണ് കുറെ കൂടി എളുപ്പം അല്ലെ. കുറെ കൂടെ വർക്ക് ഫ്ലോ സ്മൂത്ത് ആയിട്ട് നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ടെക്നിക്കൽ റിസോഴ്സസുകളൊക്കെ ആവശ്യമാണ്. അപ്പൊ ഒരു സ്ഥാപനത്തിലെ ടെക്നിക്കൽ റിസോഴ്സസിനെ മാനേജ് ചെയ്യണമെങ്കിൽ ആ ടെക്നിക്കൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ അവയർനെസ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അപ്പം ആ ഒരു എബിലിറ്റി അവിടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഡെവലപ്പ് ആവുന്നുണ്ട് അല്ലെ. പൊസിഷൻ മസ്റ്റ് ബി അവൈലബിൾ about the technical thing and computer in order to manage technical resources in the restaurant. That means organization എല്ലാവിധ ടെക്നിക്കൽ റിസോഴ്സസിനെയും എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക്നിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ നോളജും അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. പിന്നെന്താണ്? The fundamental thing is the decision making capability and the confidence to manage the crucial decisions within the organization. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി ആണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവാണ്. ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി ആണ്. അതോടൊപ്പം ഓർഗനൈസേഷനിലുള്ളിൽ നടക്കുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ മാനേജ് ചെയ്തു പോകാനുള്ള ഒരു കോൺഫിഡൻസ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി, ഇങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് HR എങ്ങനെയൊക്കെയാണ് പോസിറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യുന്നത്, ഇവിടെയൊക്കെയാണ് പോസിറ്റീവ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്തൊക്കെ എബിലിറ്റി വർദ്ധിക്കുന്നത് മനസ്സിലായല്ലോ. ഒരു സ്ഥാപനത്തിന് മറ്റുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാനും അവരുമായിട്ട് എഫിഷ്യന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടീമായിട്ട് പ്രവർത്തിച്ച് മറ്റുള്ള സ്റ്റാഫ് മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്
അങ്ങനെയുള്ള എബിലിറ്റി വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടായി തന്നെ ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി, അതുപോലെ സ്റ്റാഫ് മെമ്പേഴ്സിനെ ഗൈഡ് ചെയ്യാനും മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി, പിന്നെ ടെക്നിക്കൽ നോളജ്, അവയർനെസ് ഇതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുന്നുണ്ട്. ഡിസിഷൻ മേക്കിംഗ് കേപ്പബിലിറ്റി, അതുപോലെ കോൺഫിഡൻസ് ടു മാനേജ് ദ ക്രൂഷ്യൽ ഡിസിഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഇത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞത്? ക്ലിയർ ആണ്? വായിച്ചു നോക്കി. അപ്പൊ അതിന്റെ മാത്രം വായിച്ചു നോക്കി. ക്ലിയർ ആണല്ലോ? അടുത്ത പോയിന്റ് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എംപ്ലോയി റീടെൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, അവരുടെ സ്കില്ലും നോളജും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് നല്ല നല്ല എംപ്ലോയീസിനെ റീറ്റെയിൻ ചെയ്യുക, അല്ലെ, അവരെ നിലനിർത്തുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ നോക്കാം, മാനേജിങ് എംപ്ലോയി റിറ്റൻഷൻ ഇൻക്ലൂഡ്സ് developing plans to sustain high employee morale and focus so they elect to remain employed and fully productive for the benefit of the organization. അതായത് മാനേജിങ് എംപ്ലോയി റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എംപ്ലോയി റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയീസിനെ നിലനിർത്തുക. എങ്ങനെയുള്ള എംപ്ലോയീസിനെ നിലനിർത്തുക? ടാലന്റഡ് ആയിട്ടുള്ള, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നിലനിർത്തുക, അല്ലെ? അതാണ് അവിടെ എംപ്ലോയി റിറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എംപ്ലോയി റിറ്റൻഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് ഉൾപ്പെടുന്നത്? ഡെവലപ്പിംഗ് പ്ലാൻസ് ടു സസ്റ്റെയിൻ ഹൈ എംപ്ലോയി മൊറാലെ ആൻഡ് ഫോക്കസ്. അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ മനോവീര്യം, അതുപോലെ അവരുടെ ശ്രദ്ധ, അതെല്ലാം തന്നെ ഒരു എന്താണ് ഉയർത്തുന്നതിന്, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകള്, സ്ട്രാറ്റജികള് തയ്യാറാക്കലാണ് മാനേജിങ് എംപ്ലോയി റിറ്റൻഷൻ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണ് എംപ്ലോയീസിനെ നിലനിർത്തുന്നത്? എങ്ങനെയാണ്? അവരുടെ മൊറാലെ ഇംപ്രൂവ് ചെയ്യാൻ, അവരുടെ മനോവീര്യം മെച്ചപ്പെടുത്താം, അതുപോലെ അവരുടെ ശ്രദ്ധ, അല്ലെ, അതിനെയൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതൊക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകള്, സ്ട്രാറ്റജികള് അത് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നല്ല നല്ല എംപ്ലോയീസിനെ അവിടെ റിറ്റെയിൻ ചെയ്യുന്നത്, അല്ലെ? അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവർക്ക് റിവാർഡ്സ് കൊടുക്കാം, അവർക്ക് റെക്കഗ്നീഷൻ കൊടുക്കാം, അപ്രീസിയേഷൻ കൊടുക്കാം. അതിലൂടെ അവരുടെ മൊറാലെ, അവരുടെ മനോവീര്യം മെച്ചപ്പെടുത്തുക, അവരുടെ ഫോക്കസ് വർദ്ധിപ്പിക്കുക. അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്ലാനുകള്, സ്ട്രാറ്റജികള് ഡെവലപ്പ് ചെയ്യാനാണ് മാനേജിങ് എംപ്ലോയി റിറ്റൻഷൻ ഉൾപ്പെടുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ നല്ല നല്ല എംപ്ലോയീസിനെ അവിടെ നിലനിർത്തുന്നത്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? to remain employed and be productive for the benefit of the organization, അല്ലെ? നമ്മുടെ ഓർഗനൈസേഷന് പരമാവധി പ്രയോജനപ്പെടുന്ന രീതിയിൽ അവരെ നമുക്ക് ഫുള്ളി എംപ്ലോയിഡ് ആക്കാനും അതുപോലെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാനും അതിലൂടെ സാധിക്കും. ഇപ്പൊ ഒരു എംപ്ലോയി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ജോലി ചെയ്യുന്നതിന് നമ്മളൊരു റിവാർഡ് കൊടുക്കുക, അതിനൊരു റെക്കഗ്നീഷൻ കൊടുക്കുക, അപ്രീസിയേഷൻ കൊടുക്കുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ കുറെ കൂടെ മോട്ടിവേറ്റഡ് ആക്കാൻ പറ്റും. അവരുടെ മൊറാലെ, അവരുടെ മനോവീര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്താൻ സാധിക്കും. അങ്ങനെ വരുന്നത് എന്തുണ്ടാവും? അവരെപ്പോഴും എംപ്ലോയിഡ് ആയിരിക്കും, അവർ കുറെ കൂടെ ഫുള്ളി പ്രൊഡക്റ്റീവ് ആയിരിക്കും. അവരെത്രത്തോളം പ്രൊഡക്റ്റീവ് ആവുന്നോ അതിനനുസരിച്ച് നമ്മുടെ സ്ഥാപനത്തിന് മാക്സിമം ബെനിഫിറ്റ് അതിനോട് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എ കോംപ്രിഹെൻസീവ് എംപ്ലോയി റിറ്റൻഷൻ പ്രോഗ്രാം can play vital role in both attracting and retaining key employees as well as reducing turnover and its related costs. അതുപോലെ ഒരു നല്ല എംപ്ലോയി റിറ്റൻഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല എംപ്ലോയി റിറ്റൻഷൻ പ്രോഗ്രാമിലൂടെ
നമുക്ക് എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനും അവരെ റീറ്റെയിൻ ചെയ്യാനും അതിലൂടെ നമുക്ക് എംപ്ലോയീസിന്റെ ടേൺ ഓവർ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ കോസ്റ്റ് കുറയ്ക്കാനും സാധിക്കും. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു കോംപ്രിഹെൻസീവ് എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാം എംപ്ലോയീസിന് നിലനിർത്താനുള്ള കാര്യങ്ങളും പ്ലാനുകളും സ്ട്രാറ്റജികളൊക്കെ തയ്യാറാക്കി നല്ല നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ എല്ലാ കാലത്തും നമ്മുടെ സ്ഥാപനത്തിൽ നിലനിർത്താം. ഓക്കെ, അങ്ങനെ നിലനിർത്തുന്നതിലൂടെ നമുക്ക് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാനും നല്ല നല്ല കീ എംപ്ലോയീസ് ടാലന്റഡ് എംപ്ലോയീസിനെ റിറ്റെയിൻ ചെയ്യാനും നമുക്ക് സാധിക്കും. എന്ന് പറഞ്ഞാല് അതോടൊപ്പം തന്നെ ആസ് വെൽ ആസ് ഇൻട്രൊഡ്യൂസിംഗ് ദ ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റും. ടേൺ ഓവറിന്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിറ്റ് വരവ് നാം കാണുന്നുണ്ടാവും. ഇവിടെ ടേൺ ഓവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ആ ജോലി മതിയാക്കി പോകുന്ന സാഹചര്യം കുറയ്ക്കാൻ പറ്റുന്നു. ആളുകൾക്ക് ജോലി ചെയ്ത് അവിടെ നിന്ന് യാതൊരു ബെനിഫിറ്റ് ഇല്ല, പ്രത്യേകിച്ച് അപ്രീസിയേഷൻ ഇല്ല, പ്രത്യേകിച്ച് എന്താ പറയാ റിവാർഡ്സ് ഇല്ല, റെക്കഗ്നീഷൻ ഇല്ലാതെയൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും? എംപ്ലോയീസിന് വളരെയധികം മടുപ്പ് ഫീൽ ചെയ്യും അല്ലെ? ചിലപ്പോഴൊക്കെ അവർ എന്ത് ചെയ്യും? ജോലി വേണ്ടാന്ന് വെച്ച് പോകും അല്ലെ? അങ്ങനെ ജോലി മതിയാക്കി പോകുന്ന സാഹചര്യം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ടേൺ ഓവർ അതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് ടേൺ ഓവർ കുറയ്ക്കാൻ പറ്റും. അതായത് ജോലി മതിയാക്കി പോകുന്ന സാഹചര്യങ്ങൾ അവിടെ കുറയ്ക്കാൻ പറ്റും. അതിലൂടെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു കോംപ്രിഹെൻസീവ് എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാമിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഒരു നല്ല എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാമിലൂടെ നമുക്ക് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ ഉണ്ടാകുന്ന കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി. ഓക്കെ, ക്ലിയർ ആയി പറഞ്ഞിട്ട് ഓക്കെ ആണോ? മനസ്സിലായോ? അടുത്തത് കേട്ടോ, മൂന്നാമത്തെ പോയിന്റാണ് ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. അതായത് പ്രൊഡക്ടിവിറ്റി, അതുപോലെ ഫ്ലെക്സിബിലിറ്റി, ഇന്നോവേഷൻ ഇതെല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നു. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നോവേഷൻ ഇന്നോവേറ്റീവ് എന്ന് പറയുന്നത് എന്താ? നൂതനമായിട്ടുള്ള, ഇവിടെ അർത്ഥമാക്കുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള്, അതുപോലെ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ഇതെല്ലാം തന്നെ വർദ്ധിപ്പിക്കും. എങ്ങനെയാണെന്ന് നോക്കാം. Flexibility in the workplace has an impact on innovation as well as the efficiency of the employees. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് നമ്മുടെ വർക്ക് പ്ലേസിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അത് എംപ്ലോയീസിന്റെ എഫിഷ്യൻസിനെയും ഇന്നോവേഷനെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു എംപ്ലോയിയുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അവരുടെ ഐഡിയാസ് ആണ് കേട്ടോ. ഇന്നോവേഷൻ എന്ന് പറയുന്നത് നൂതനമായിട്ടുള്ളത് എന്ന് പറയും. നൂതനമായിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു എംപ്ലോയീസിന്റെ ആശയങ്ങള്, അതുപോലെ അവരുടെ എഫിഷ്യൻസി, അതിലൊക്കെ വളരെയധികം സ്വാധീനം എന്തിനുണ്ട്? ഫ്ലെക്സിബിലിറ്റിക്ക്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് വളരെ റിജിഡ് ആയിട്ടുള്ള, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അത് കുറേ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനെയുള്ളത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് പറഞ്ഞേ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണോ, അതോ വളരെ റിജിഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണോ നമ്മൾ ഇഷ്ടപ്പെടുക? ഏതാ ഇഷ്ടപ്പെടുക നമ്മള്? ഏതായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം? ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് അല്ലെ? അതെ, അപ്പൊ അത് തന്നെയാണ് അവിടെ പറയുന്നത്. നമുക്കൊരു വർക്ക് പ്ലേസിന്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു എത്രത്തോളം ഫ്ലെക്സിബിലിറ്റി മീൻസ് എന്താണ്? അവിടെ എംപ്ലോയീസിന് അവർക്ക് കുറെ കൂടെ എന്താണ് അവരുടെ ആശയങ്ങള്, അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് അവരുടെ അറിവുകള് കുറെ കൂടെ എക്സ്പോഷർ ചെയ്യാനുമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം അല്ലെ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഫ്ലെക്സിബിലിറ്റി. അപ്പൊ ഈ വർക്ക് പ്ലേസിലെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് അത് എംപ്ലോയീസിന്റെ ഇന്നോവേഷനെയും എഫിഷ്യൻസിനെയും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓക്കെ, flexibility has a huge impact on how a company attracts, hires and retains the top talent. അതുപോലെ നമുക്ക് നല്ലൊരു ഫ്ലെക്സിബിലിറ്റിയിലൂടെ നമുക്ക് കൂടുതൽ ആളുകളെ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യാനും അവരെ നിയമിക്കാനും അതുപോലെ നല്ല ടോപ്പ് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് അവരെ റീറ്റെയിൻ ചെയ്യാനും സാധിക്കും. കാരണം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് വർക്ക് ജോലി ചെയ്യാനായിട്ടാണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, അവരുടേതായ ആശയങ്ങളെല്ലാം തന്നെ എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ അത് പ്രയോജനപ്പെടുത്താനും കഴിയുന്ന അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ വർക്ക് പ്ലേസിൽ ജോലി ചെയ്യാനായിട്ടാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റിയിലൂടെ നമുക്ക്
ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് അത് മാത്രം സ്വാധീനമുണ്ട്. പുതിയ പുതിയ ആളുകളെ അട്രാക്ട് ചെയ്യാൻ, ഹയർ ചെയ്യാനും റിറ്റെയിൻ ചെയ്യാനും അതിന് സാധിക്കും. അത് മാത്രമല്ല, ഇന്നോവേഷൻ ക്യാൻ ലീഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. അല്ലെ, ഇന്നോവേഷൻ എന്തിലോട്ട് നയിക്കും? പ്രൊഡക്ടിവിറ്റിയിലോട്ട് നയിക്കും. ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് കേട്ടോ. ഒരു എംപ്ലോയിയുടെ അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ അത് അവരെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റും. അല്ലെ, കൂടുതൽ പ്രൊഡക്ടിവിറ്റി അവരുടെ വർദ്ധിക്കുന്നത്, കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റും. ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസസ്, more goods and services are produced and economic growth. എത്രത്തോളം പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നു അത്രത്തോളം സാധനങ്ങളും സേവനങ്ങളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. സ്ഥാപനത്തിന് അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ആ ഒരു സ്റ്റാറ്റസ് വളർത്താനും സാധിക്കും. മനസ്സിലായല്ലോ? ഇന്നോവേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് bring vast benefits for consumers and business. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഇന്നോവേഷൻ പ്രൊഡക്ടിവിറ്റി സ്ഥാപനത്തിന് മാത്രമല്ല, അത് കൺസ്യൂമേഴ്സിനായിക്കോട്ടെ ബിസിനസ്സുകൾക്കൊക്കെ വളരെ വലിയ പ്രതിഫലം, വളരെ വലിയ ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ്. ശരിക്കും ചിന്തിച്ചാൽ ശരിയാണ് അല്ലെ. അതായത് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്ലേസിൽ കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യപ്പെടുകയും അവർക്ക് അവരുടെ ആശയങ്ങൾ കുറെ കൂടെ ലിബറൽ ആയിട്ട് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ട് മാറുന്നു. അവർ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ട് മാറുന്നു നമ്മുടെ സ്ഥാപനം കൂടുതൽ എന്താകുന്നു, കൂടുതൽ നമ്മുടെ സ്ഥാപനത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സിനാണെങ്കിലും നമ്മുടെ സേവനങ്ങൾ കൈപ്പറ്റുന്ന കൺസ്യൂമേഴ്സിനായിട്ട് കഴിഞ്ഞാൽ ബിസിനസ്സിനായിട്ട് കഴിഞ്ഞാൽ അത് വളരെ വലിയ ബെനിഫിറ്റുകൾ ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്തത് കേട്ടോ, നാലാമത്തെ പോയിന്റ്, എസ്റ്റാബ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. അതാണ് എസ്റ്റാബ്ലിഷ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങള്, ഓക്കെ, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നു. ദാറ്റ് മീൻസ് സ്ഥാപിക്കാൻ മീൻസ് ആ നമ്മുടെ സ്ഥാപനത്തിന്റെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അവരുടെ വിഷൻ ആൻഡ് മിഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ നോക്കാം. എന്താണ് ഓർഗനൈസേഷണൽ ഗോൾസ് എന്നത് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അണ്ടർലൈൻ ചെയ്തിരിക്കുക. ഓർഗനൈസേഷണൽ ഗോൾസ് ആർ strategic objectives that a company's management establishes to outline expected outcomes and guide employees' efforts. Underline ചെയ്യാം. എന്താണ് ഓർഗനൈസേഷണൽ ഗോൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് these are the strategic objectives that a company's management establishes to outline expected outcomes and guide the employees' efforts. അതായത് ഒരു സ്ഥാപനത്തിന് അവരുടെ ഔട്ട്കംസ്, ദാറ്റ് മീൻസ് അവരുടെ ലക്ഷ്യങ്ങൾ, അവർ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യങ്ങള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ ആ നേടിയെടുക്കാൻ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവരുടെ എംപ്ലോയീസിന്റെ എഫർട്ടുകളെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി മാനേജ്മെന്റ് അവർ നടത്തുന്ന ചില സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ചില എന്താണ് ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്, അതാണ് ഓർഗനൈസേഷണൽ ഗോൾസ് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷണൽ ഗോൾസ് എന്നുള്ളത് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ആണ്, തന്ത്രപരമായിട്ട് നേടേണ്ട ചില ലക്ഷ്യങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, ആ സ്ഥാപനത്തിന്റെ ഔട്ട്കംസ്, അവർ പ്രതീക്ഷിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം. അതോടൊപ്പം എംപ്ലോയീസിന്റെ എഫർട്ടുകളെ ശരിയായ രീതിയിൽ ഡയറക്ട് ചെയ്ത് കമ്പനിക്ക് എന്ത് വേണമെങ്കിൽ സ്ഥാപനത്തിന് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അവർ ഉപയോഗിക്കുന്ന ആ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്, അതിനെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഗോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെല്ലാം ചെയ്തിരിക്കുക. ഇനി എന്താണ്? There are two main types of organizational goals. Organizational goals പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഓക്കെ, ഓർഗനൈസേഷണൽ ഗോൾസ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഒഫീഷ്യൽ, സെക്കൻഡ് വൺ ഓപ്പറേറ്റീവ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓർഗനൈസേഷണൽ ഗോൾസ് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഒഫീഷ്യൽ ഗോൾസ്, സെക്കൻഡ് വൺ ഓപ്പറേറ്റീവ് ഗോൾസ്. ഫസ്റ്റ് വൺ ഒഫീഷ്യൽ ഗോൾസ്. എന്താണ് ഒഫീഷ്യൽ ഗോൾസ് എന്ന് പറഞ്ഞാല്? ഒബ്ജക്റ്റീവ്സ് that an organization seeks to accomplish. Underline ചെയ്യാം ട്ടോ. Objectives that an organization seeks to accomplish. That means ഒരു സ്ഥാപനം അവര് നേടാനായിട്ട്, അക്കംപ്ലിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ, അതിനെയാണ് ഒഫീഷ്യൽ ഗോൾസ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ഗോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? These are the objectives that an organization seeks to accomplish. സ്ഥാപനം
അവര് എന്താണ് അക്കംപ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ അവര് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങള്, അതിനെയാണ് ഒഫീഷ്യൽ ഗോൾസ് എന്ന് പറയുന്നത്. അവരുടെ ലക്ഷ്യം ഒഫീഷ്യൽ ഗോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും? വലിയ ലക്ഷ്യങ്ങളായിരിക്കും അല്ലെ? വലിയ വലിയ ലക്ഷ്യങ്ങളായിരിക്കും ഒഫീഷ്യൽ ഗോൾസ് ആയിട്ട് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനം അവർ എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ അവർ അച്ചീവ് ചെയ്യാൻ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ എന്താണോ അതിനെയാണ് നമ്മൾ ഒഫീഷ്യൽ ഗോൾസ് എന്ന് പറയുന്നത്. ഒഫീഷ്യൽ ഗോൾസ് പൊതുവെ എങ്ങനെയായിരിക്കും? വലിയ വലിയ ലക്ഷ്യങ്ങൾ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? ഓപ്പറേറ്റീവ് ഗോൾസ് ആണ്. ഓപ്പറേറ്റീവ് ഗോൾസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈർഡ് ഔട്ട്കം. അതൊന്ന് മനസ്സിലാക്കുന്നു കേട്ടോ. കൺഫ്യൂസ്ഡ് ആവുന്നത്. ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈർഡ് ഔട്ട്കം. നമ്മുടെ ഡിസൈർഡ് ഔട്ട്കം, നമ്മൾ എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഡിസൈർഡ് ഔട്ട്കം എന്താണോ, ഡിസൈർഡ് ഔട്ട്കം എന്ന് പറഞ്ഞ ഒഫീഷ്യൽ ഗോൾ ആണ് അല്ലെ? ആ ഒരു ഒഫീഷ്യൽ ഗോള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രാക്ടീസസ് ആണ് എന്ത്? ഓപ്പറേറ്റീവ് ഗോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ പറയാം ഒബ്ജക്റ്റീവ്സ് എന്താണ്? ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈർഡ് ഔട്ട്കം. അതായത് നമ്മൾ ഡിസൈഡ് ആവുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രാക്ടീസസ് ഉണ്ടോ, അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റീവ് ഗോൾസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ഒഫീഷ്യൽ ഗോൾസ് എന്താണ്? ഓപ്പറേറ്റീവ് ഗോൾസ് എന്താണ്? ഒഫീഷ്യൽ ഗോൾസ് എന്ന് പറയുന്നത് ഒരു സ്ഥാപനം അവർ നേടിയെടുക്കാൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങള് ഒഫീഷ്യൽ ഗോൾസ് എന്ന് പറയുന്നു. ഓപ്പറേറ്റീവ് ഗോൾസ് എന്ന് പറയുന്ന ആ ഒഫീഷ്യൽ ഗോൾസ് നേടിയെടുക്കാനായിട്ട് അവർ നടത്തുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രാക്ടീസസിനെയാണ് ഓപ്പറേറ്റീവ് ഗോൾസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഇപ്പൊ ഒരു സ്ഥാപനം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഈ പറയുന്ന നമ്മൾ ഈ സോളാർ എനർജി പോലെയുള്ള, അതായത് നമ്മൾ പറയില്ലേ സോളാർ സൺലൈറ്റ് അല്ലെങ്കിൽ വിൻഡ്, അങ്ങനെയുള്ള എനർജി അല്ലെങ്കിൽ ആ എനർജിയുടെ പ്രൊഡക്ഷന്റെ ഏറ്റവും ടോപ്പ് ആവുക എന്നുള്ളത് ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യമാണെന്ന് വിചാരിക്കും. ഓക്കെ, അതിന്റെ എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്. അത് അവരുടെ ഒഫീഷ്യൽ ഗോളാണ്. അതായത് എല്ലാ എന്താ പറയാ സോളാർ എനർജി അങ്ങനെയുള്ള തരത്തിലുള്ള എനർജി സെയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ സോളാർ എനർജിയുടെ പ്രൊഡക്ഷന്റെ ഏറ്റവും ടോപ്പിൽ എത്തുക എന്നുള്ളത് ആ ഒരു സ്ഥാപനത്തിന്റെ ഒരു ലക്ഷ്യമാണെന്ന് വിചാരിക്കുന്നത്. അവരുടെ ഒഫീഷ്യൽ ഗോളാണ്. അപ്പൊ ആ ഒരു ഒഫീഷ്യൽ ഗോളാണ് അവരുടെ ഡിസൈഡ് ഔട്ട്കം. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അവരെന്തൊക്കെ ചെയ്യുന്നു? അവർ കുറെ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നു, അതുപോലെ തന്നെ വേസ്റ്റുകൾ കുറയ്ക്കുന്നു. പിന്നെ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഗ്രീൻ ടെക്നോളജിയെ കുറിച്ച് അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ലക്ഷ്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അതാണ് ഇത് ഓപ്പറേറ്റീവ് ഗോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടീസ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഔട്ട്കംസ് എന്ന് വെച്ച് കഴിഞ്ഞാല് റിസൾട്ട് ആണ് കേട്ടോ. ഔട്ട്കംസ് അതിന്റെ ഫലങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുകയും റിസൾട്ട്. ഓക്കെ, നല്ല ഔട്ട്കം. ഓക്കെ, റിസൾട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഒരു HRM ഓർഗനൈസേഷന്റെ പെർഫോമൻസിൽ എത്രത്തോളം സ്വാധീനമുണ്ട് അത് നമ്മൾ പഠിച്ചു. ദെൻ രണ്ട് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ് ആണ്. ഒന്ന് ഒഫീഷ്യൽ ഗോൾസും ഓപ്പറേറ്റീവ് ഗോൾസും കേട്ടോ. ഈ ഭാഗങ്ങളൊക്കെ നല്ലോണം വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ക്ലാസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പലതവണ ക്ലാസ് പറഞ്ഞതാണ്, നമ്മുടെ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്, ഡിസ്ക്രിപ്റ്റീവ് അല്ല. ഓക്കെ, പിന്നെ 2 ടേമുകളായിട്ടാണ് എക്സാം നടക്കുന്നത്. ആദ്യത്തെ 3 ചാപ്റ്ററുകൾ അവസാനിക്കുമ്പോൾ ടേം 1 എക്സാം ഉണ്ടാവും കേട്ടോ. പിന്നെ അടുത്ത 3 ചാപ്റ്ററുകൾ കഴിയുമ്പോൾ ടേം 2 എക്സാം ഉണ്ടാവും. 2 ടേമുകളായിട്ടാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ എക്സാം വരുന്നത് കേട്ടോ. ഓക്കെ, ഫൈനൽ എക്സാം എന്ന് പറയുമ്പോൾ 4 പേപ്പറുകളാണ്. പേപ്പർ 1, 2, 3, 4 അങ്ങനെ 4 പേപ്പറാണ്. പേപ്പർ 1 വരുന്നത് ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ ആണ്. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ ആണ്. പേപ്പർ 2 വരുന്നത് 3ഉം 4ഉം ആണ്. പേപ്പർ 3 എന്ന് പറയുന്നത് 5ാമത്തെ ചാപ്റ്റർ. പേപ്പർ 4 എന്ന് പറയുന്നത് 6ാമത്തെ ചാപ്റ്റർ. ഓക്കെ, അങ്ങനെയാണ് 4 പേപ്പറുകളായിട്ട് വരുന്നത് കേട്ടോ. ഫൈനൽ എക്സാം ആണ്. അല്ലാതെ ടേം എക്സാം വരും. ആദ്യത്തെ 3 ചാപ്റ്റർ കഴിയുമ്പോൾ ടേം 1 എക്സാം.
നെക്സ്റ്റ് 3 ചാപ്റ്ററുകൾക്ക് ടെൻത്ത് ദിവസം ഈ രീതിയിലാണ് പോകുന്നത് കേട്ടോ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, ഓൺലൈൻ എക്സാം ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട്? ഇത് നമ്മൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺവെർഷൻ കേട്ടോ. ഈ ഫാമിലൊക്കെ നല്ലോണം വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ.